ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് മസാലയാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പൊട്ടറ്റോസൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും പൊട്ടറ്റോ കറി കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കറിയായിട്ട് അങ്ങ് ചേരത്തില്ല. ജസ്റ്റ് നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാനിവിടെ 2 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിനാണ് ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സൈസ് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ഇടത്തരം ഒരു വലിയ സൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം അളവും ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നമ്മളൊന്ന് ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം ഒരു 1/2 അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ആ സമയം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഫസ്റ്റ് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. ആ പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും എണ്ണയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അടുത്ത് വേണ്ടത് 2 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഞാനിതിപ്പം തൽക്കാലം അടച്ച് വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെയും നിങ്ങൾക്ക് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ ആ പൊട്ടറ്റോ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോകൾ നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഫ്ലെയിം വന്നിട്ട് ഒത്തിരി ഹൈ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പകുതി വേവാവുന്നവരെ നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഈ സൈഡ് കിടന്ന് വേവട്ടെ. ആ സമയം നമ്മുടെ സവോള ഏതാണ്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വഴറ്റി നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മുടെ സവളയെല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു 1 ടീസ്പൂണോളം അളവ് നമ്മുടെ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ശരിക്കും നല്ലൊരു ഫ്ലേവർ തന്നെ ഇപ്പോൾ വരും മസാലയൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ, ഗരം മസാലയൊക്കെ നമ്മൾ ചേർത്തത് കാരണം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളി അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം കിടന്നാൽ മതി. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ അപ്പുറത്ത് പൊട്ടറ്റോ വേവാൻ കിടപ്പുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാനായിട്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് അതും പോയി ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെന്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ സ്പാച്ചില കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ആ എണ്ണയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കോരിയിട്ട് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 1/4 വേവോളം ഈ പൊട്ടറ്റോ നമ്മുടെ ആ എണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആവുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ആവാതെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ആ പൊട്ടറ്റോ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നമ്മൾ ആ എണ്ണയിൽ കിടന്നിട്ട് ആ മസാലയൊക്കെ കിടന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണോ നോക്കുക. അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് നന്നായിട്ട് തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇത്രയും ഗ്രേവി മതി. നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്കായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ചപ്പാത്തിക്ക് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു തിക്കിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല പൊട്ടറ്റോ മസാല ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.